കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ ദുരൂഹ കല്ലറ ഇന്ന് തുറന്ന് പരിശോധിക്കും. RDOയുടെ സാന്നിധ്യത്തിൽ കരിക്കോട്ടക്കരി പോലീസാണ് പരിശോധന നടത്തുക. പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്ന നിഗമനത്തിലാണ് വിശദമായ പരിശോധന നടക്കുന്നത്. 2014-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് കറിയുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ജോസഫ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ദുരൂഹതകളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള പരിശോധന തുടങ്ങുകയാണ്. എപ്പോഴായിരിക്കും പരിശോധന തുടങ്ങുക? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കരിക്കോട്ടക്കരി പോലീസിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുക. 2006-ൽ അടക്കം ചെയ്ത ലീലാമയുടെയും 2015-ൽ അടക്കം ചെയ്ത ഈ ജെയിംസ് കൂമ്പുക്കലിന്റെ മൃതദേഹത്തിന് പുറമെ മറ്റൊരു മൃതദേഹം ഇതിലുണ്ടോ എന്നുള്ള സംശയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത്. ഇതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിശദമായ പരിശോധന നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ കേസിനൊക്കെ ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ മൃതദേഹം സംസ്കരിക്കാനായി തുറന്നു നോക്കുമ്പോൾ അസ്വാഭാവികതയുള്ള മറ്റൊരു മൃതദേഹ ഭാഗമെന്ന് തോന്നിക്കുന്ന ഒരു വസ്തു ഈ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ പള്ളി അധികൃതർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഇതിൽ അലംഭാവം കാണിക്കുകയും ചെയ്തു. പിന്നീട് വലിയ രീതിയിലുള്ള വാർത്തയായതിനു പിന്നാലെയാണ് FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്നൊരാവശ്യമാണ് പ്രധാനമായും പള്ളി കമ്മിറ്റിയും പള്ളിയുടെ അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തന്നെ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിദഗ്ധരായ സംഘത്തിനെ ഉൾപ്പെടുത്തി മുഴുവൻ വസ്തുക്കളും ഇതിൽ നിന്ന് പുറത്തെടുത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തും. അതിനുശേഷം ഇതിലെ ബോഡികൾ, എത്ര ബോഡിയുണ്ടോ ആ ബോഡികൾ മുഴുവൻ പുറത്തെടുത്ത് വിദഗ്ധമായ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പള്ളിയിൽ കനത്ത സുരക്ഷ തന്നെ ഇതിനോടകം തന്നെ പോലീസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഉൾപ്പെടെ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഇത്തരത്തിലൊരു മൃതദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവമുണ്ടായിരുന്നു. പക്ഷേ പള്ളിയുടെ അധികൃതർ കൃത്യമായി ഈ ശവക്കോട്ടയ്ക്ക് കാവൽ നിൽക്കുകയും 10ഓളം ദിവസം ഇത്തരത്തിൽ ഈ പോലീസ് കാവൽ നിൽക്കേണ്ടതിന് പകരം ഇവർ തന്നെ കാവൽ നിൽക്കുകയുമായിരുന്നു. പിന്നീട് ശക്തമായ രീതിയിൽ ഇത്തരത്തിൽ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനമെടുത്തത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിൽ തുടർ നടപടികളുമായി RDO ഉൾപ്പെടെയുള്ള സംഘം മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് 2014-ൽ കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള സിജോസ് കറിയയുടെ മൃതദേഹമാണോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സിജോസ് കറിയയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വാണിയപ്പാറയിലാണ് 2014-ൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട് വാണിയപ്പാറയിലാണ്. മാതാപിതാക്കളോടുള്ള ചെറിയ തർക്കങ്ങൾ മൂലം ഇത്തരത്തിൽ അവിടെ നിന്ന് പിണങ്ങി, അതായത് കോഴിക്കോട് വിലങ്ങാട് വീട്ടിൽ നിന്ന് പിണങ്ങി അദ്ദേഹം ഇത്തരത്തിൽ വാണിയപ്പാറയിൽ എത്തുകയായിരുന്നു. പിന്നീട് ഇവിടെ പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്നുണ്ടായിരുന്ന ചില അസാരസ്യങ്ങൾ ആ കുടുംബത്തിൽ നിലനിന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണാതാകുകയായിരുന്നു. 2019-ലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ലഭിക്കുകയും ക്രൈംബ്രാഞ്ച് ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തത്. ആ സംഭവത്തെ തുടർന്ന് അതിനുശേഷം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. സിജോസ് കറി എവിടെയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് ഉൾപ്പെടെ അന്വേഷണ സംഘം ഇപ്പോൾ പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. ഈ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയത് സിജോസ് കറിയയുടെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിലായിരിക്കും പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകുക. ആ സംശയങ്ങൾ ബലപ്പെടാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ സിജോസ് കറിയയുടെ ഒരു ബന്ധു, അതായത് ഭാര്യയുടെ സഹോദരൻ ഈ പള്ളിയുടെ നടത്തിപ്പ് കൈക്കാരനായിരുന്നു ആ സമയത്ത്. അതാണ് ഇത്തരത്തിലൊരു ദുരൂഹത ഉണർത്താനുള്ള ഒരു കാര്യമുണ്ടായത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പള്ളി അധികാരികളുടെ നേതൃത്വത്തിൽ സിജോസ് കറിയയുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വിദഗ്ധരായ പോലീസ് സംഘമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുക. 11 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ മുഴുവൻ പുറത്തെത്തിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട പരിശോധന, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് ഇത് അയച്ചു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ
നിലവിൽ ഈ കല്ലറയിൽ പള്ളിയുടെ രേഖകൾ പ്രകാരം 2 പേരെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. 2006 മരണപ്പെട്ട ലീലാമ എന്ന് വിളിക്കപ്പെടുന്ന അന്നമ്മ, അതുപോലെ തന്നെ 2015 മരണപ്പെട്ട ജെയിംസ് കൂമ്പിക്കൽ എന്നൊരു വ്യക്തിയുടെ മൃതദേഹമാണുള്ളത്. ഈ 2 വ്യക്തികളുടെ മൃതദേഹത്തിൽ കൂടാതെ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്താനായാൽ ഇത് ഈ സംഭവത്തിന്റെ ദുരൂഹതയുടെ ചുരുളിന്റെ ആദ്യഘട്ടം അഴിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിജോസ് കറിയുടെ തിരോധാനമാണ് ഇതിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ആരോപണ വിധേയരായ വ്യക്തികൾ പലരും ഈ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസി സമൂഹം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസഫ്, എന്തായാലും കല്ലറയിലെ ദുരൂഹത ഇന്ന് 11 മണിയോടുകൂടി തന്നെ നീങ്ങുമെന്നാണ് ജോസഫ് അഗസ്റ്റിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.